വലിയക്കര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളികൾ. ചെങ്ങാലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. TCV വാർത്തയെ തുടർന്ന് മന്ത്രി C. രവീന്ദ്രനാഥിന്റെ ഇടപെടലാണ് കർഷകർക്ക് ആശ്വാസമായത്. മൈനൂർ കൂട്ടിൽമുക്ക് തടയണയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ബാംഗ്ലൂരിൽ നിന്നും കടൽ കാണാനെത്തിയ വിദ്യാർത്ഥി സംഘം ബ്ലാങ്ങാട് കടലിൽ തിരയിൽപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിലെ വെളിച്ചമില്ലായ്മയ്ക്ക് പരിഹാരമാകുന്നു. 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച. അശ്വതി കാവുതീണ്ടൽ ഏപ്രിൽ 7-ന്. നമസ്കാരം. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് ട്രാക്ക് അനുവദിച്ച് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. 2 ആഴ്ച മുൻപ് ഇതേ ആവശ്യമുന്നയിച്ച് ബസ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. പുതുക്കാട് പോലീസ് പ്രശ്നത്തിലിടപെട്ട് ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് ഒരുക്കാമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ഇത് ടോൾ കമ്പനി പാലിക്കാതെ വന്നതോടെയാണ് ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ബസ്സുകളുടെ സമയക്രമം തെറ്റുകയും ട്രിപ്പുകൾ മുടങ്ങുന്നതും പതിവാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് വരന്തരപ്പള്ളി തൃശ്ശൂർ ഓടാൻ ആകെ അനുവദിച്ചിട്ടുള്ള സമയം 50 മിനിറ്റ് ആണ്. ഒരു കാർ പോലും ഇന്ന് 50 മിനിറ്റ് കൊണ്ട് തൃശ്ശൂർ എത്തിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ തൊഴിലാളികൾ ഈ ആൾക്കാരെ കയറ്റി ഇറക്കി പിള്ളേരെ കയറ്റി എല്ലാം കഴിഞ്ഞ് 50 മിനിറ്റ് കൊണ്ട് തൃശ്ശൂർ ഓടിയെത്തുന്നുണ്ട്. ഈ ബ്ലോക്കുകളെ കടന്നിട്ട് അതിൻ്റെ ഇടയിൽ ടോളുകാരുടെ ഈ മാനസിക പീഡനവും ബാക്കി കാര്യങ്ങൾ അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളുടെ തൊഴിലാളികളൊപ്പം ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ട് സമരമായി മുന്നോട്ട് പോകാനാണ്, ഞങ്ങൾക്ക് ഫ്രീ ട്രാക്ക് കിട്ടുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ടോൾ പ്ലാസയിൽ ചെലവാകുന്ന സമയം വീണ്ടെടുക്കാൻ അമിത വേഗതയിൽ പോകേണ്ടി വരുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത്. ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ ബസ്സുകൾക്കും അവശ്യ സർവീസുകൾക്കും സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ടോൾ കമ്പനി അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഫാസ്ടാഗ് ട്രാക്കിലൂടെ വന്നിരുന്ന ബസ്സിന് സെൻസറിംഗ് നടക്കാത്തതുമൂലം കടന്നുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ബസ് പുറകോട്ടെടുത്ത് മറ്റൊരു ട്രാക്കിലൂടെ കടന്നുപോകാൻ ടോൾ കമ്പനി ജീവനക്കാർ ആവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ശനിയാഴ്ച പണിമുടക്ക് നടത്താൻ തൊഴിലാളികൾ തീരുമാനിച്ചത്. വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും ടോൾ പ്ലാസ കടന്നുപോകുന്ന മറ്റു റൂട്ടിലെ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളും ടോൾ കമ്പനി അധികൃതരും ചർച്ച നടത്തി. ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കാൻ കഴിയില്ലെന്ന് കമ്പനി അധികൃതർ നിലപാടെടുത്തതോടെ ചർച്ചയിൽ നിന്ന് തൊഴിലാളികൾ ഇറങ്ങിപ്പോയി. ടോൾ പ്ലാസയിൽ പ്രത്യേക ട്രാക്ക് അനുവദിച്ചു തരുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ആംബുലൻസ് ട്രാക്കിന് പകരം ബസ്സുകൾക്ക് കടന്നുപോകാൻ മറ്റൊരു ട്രാക്ക് അനുവദിക്കണമെന്ന ആവശ്യവും ടോൾ കമ്പനി നിരാകരിച്ചതോടെയാണ് തൊഴിലാളികൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതേസമയം KSRTC ബസ്സുകൾ വിരളമായി സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ യാത്രക്കാർ വലഞ്ഞു. മുന്നറിയിപ്പില്ലാതെ സമരം നടത്തിയ ബസ് ജീവനക്കാർക്കെതിരെ യാത്രക്കാരുടെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. TCV പുതുക്കാട്. വെള്ളമില്ലാതെ വ്യാപകമായി കൃഷിനാശം സംഭവിച്ച ചെങ്ങാലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. TCV വാർത്തയെ തുടർന്ന് മന്ത്രി C. രവീന്ദ്രനാഥിന്റെ ഇടപെടലാണ് കർഷകർക്ക് ആശ്വാസമായത്. ഊറാംകുളം ജലസേചന പദ്ധതി പ്രവർത്തിപ്പിക്കാൻ വെള്ളമില്ലാതെ വ്യാപകമായി കാർഷിക വിളകൾ നശിച്ച ചെങ്ങാലൂരിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. 0.7 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് തുറന്നുവിട്ടത്. രൂക്ഷമായ ജലക്ഷാമം മൂലം വ്യാപകമായി കാർഷിക വിളകൾ നശിച്ച വാർത്ത TCV കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി C. രവീന്ദ്രനാഥ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിമ്മിനി ഡാം കൂടുതലായി തുറന്നുവിട്ടത്. കുറുമാലിപ്പുഴയിൽ വെള്ളം സംഭരിച്ച് ഊറാംകുളം ജലസേചന പദ്ധതിയുടെ പമ്പിംഗ് എത്രയും വേഗം ആരംഭിക്കാനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഊറാംകുളം പദ്ധതി പ്രവർത്തിപ്പിക്കാത്തത് മൂലമാണ് മേഖലയിൽ കാർഷിക വിളകൾ നശിക്കാൻ കാരണമായതെന്നാണ് കർഷകർ പറയുന്നത്. മുൻ വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലെ മാഞ്ഞാങ്കുഴി റെഗുലേറ്ററിന്റെ ഷട്ടർ താഴ്ത്തി വെള്ളം സംഭരിച്ചാൽ മാത്രമാണ് ഊറാംകുളം പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിയാറുള്ളത്. എന്നാൽ ഈ വർഷം കോൾനിലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം എത്തിക്കുന്നതിനായി മാഞ്ഞാങ്കുഴിയിലെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇതോടെ ഊറാംകുളത്തിൽ പമ്പിങ്ങിനുള്ള വെള്ളം ഇല്ലാതെ പദ്ധതി നിലയ്ക്കുകയായിരുന്നു. കൂടുതലായി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതോടൊപ്പം മാഞ്ഞാങ്കുഴി റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ക്രമീകരിച്ചാണ് പുഴയിൽ വെള്ളം സംഭരിക്കുന്നത്. കോൾ നിലങ്ങളിലേക്കുള്ള വെള്ളം ഇതോടൊപ്പം തുറന്നുവിട്ടിട്ടുണ്ട്. TCV ന്യൂസ് പുതുക്കാട്.
മായന്നൂർ കൂട്ടിൽമുക്ക് തടയണയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മൂത്തയെടുത്ത് പടി തെരുവിൽ രാമചന്ദ്രൻ മകൻ 15 വയസ്സുള്ള നവീനാണ് മരിച്ചത്. മായന്നൂർ സെന്റ് തോമസ് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പ്രളയത്തിന് ശേഷം തടയണയുടെ താഴെ മണൽത്തിട്ടകളും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ മണൽത്തിട്ടയിൽ പിടിച്ചു കയറിയതിനാൽ രക്ഷപ്പെട്ടു. നവീനെ വള്ളുവനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാംഗ്ലൂരിൽ നിന്നും കടൽ കാണാനെത്തിയ വിദ്യാർത്ഥി സംഘം ബ്ലാങ്ങാട് കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ടു. കടലിലേക്ക് തെറിച്ചുവീണ് അബോധാവസ്ഥയിലായ ഒരു വിദ്യാർത്ഥിയെ ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തി. കർണാടക സ്വദേശി ആദർശാണ് കടലിലേക്ക് തെറിച്ചു വീണത്. വിദ്യാർത്ഥികളടക്കം 25 അംഗ കോളേജ് സംഘം ഉച്ചയ്ക്കാണ് ബ്ലാങ്ങാട് ബീച്ചിൽ എത്തിയത്. കടലിലേക്ക് കുളിക്കാനിറങ്ങിയ ഇവരോട് നിരവധി തവണ തീരത്തുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് വകവയ്ക്കാതെ കടലിൽ കളി തുടരുകയായിരുന്നു. ഇതിനിടയിലുണ്ടായ ശക്തമായ തിര കരയിലേക്ക് ആഞ്ഞടിച്ചതോടെ ആദർശ് കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടം കണ്ടയുടനെ ലൈഫ് ഗാർഡുമാരായ സണ്ണി, ചന്താമരാക്ഷൻ എന്നിവർ കടലിലേക്ക് ചാടി. അബോധാവസ്ഥയിലായിരുന്ന ആദർശിനെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. പിന്നീട് പ്രാഥമിക ചികിത്സ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി. പഴഞ്ഞിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗുരുവായൂർ സമൂഹമഠം റോഡിൽ പുറമുണ്ടേക്കാട്ട് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ 20 വയസ്സുള്ള വിനീഷ് കുമാറാണ് മരിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിൽ തലയിടിച്ച് വീണ വിനീഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കരിയമ്പ്ര റോഡിൽ നിന്നും പെട്രോൾ പമ്പിലേക്ക് വന്ന ബൈക്ക് ചിറക്കലിൽ നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിലെ വെളിച്ചമില്ലായ്മയ്ക്ക് പരിഹാരമാകുന്നു. 2018-19 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 8 മീറ്റർ ഉയരത്തിലാണ് വാൾട്ട് കൂടിയ LED ബൾബുകൾ സ്ഥാപിക്കുന്നത്. അയ്യങ്കാവ് മൈതാനത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ടെൻഡറെടുത്ത മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അലുമിന ഇലക്ട്രോണിക്സ് ആണ് ഇതിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. 3 വർഷത്തെ വാറണ്ടിയോടെയാണ് പ്രവൃത്തികൾ. റോഡരികിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് കുഴികളെടുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. 1 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ഇരുവശത്തുമായി 24 ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ബൈപ്പാസ് റോഡിൽ വെളിച്ചമില്ലാത്തതിനാൽ രാത്രികാല യാത്രയ്ക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബൈപ്പാസ് റോഡിൽ നഗരസഭ സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. ഒന്നിന് 27,400 രൂപ വില വരുന്ന 100 സോളാർ വിളക്കുകളാണ് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി പരിധിയിൽ സ്ഥാപിച്ചത്. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താതെയും ശ്രദ്ധിക്കാതെയും ഇവ കത്താതായത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. പിന്നീട് വന്ന ഭരണസമിതികൾ ഈ വഴിവിളക്കുകൾ പരിപാലിക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറായില്ലെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഈ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് കൗൺസിലർ VC വർഗീസ് പറഞ്ഞു. ഇവ അറ്റകുറ്റപ്പണികൾ നടത്തി മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കൗൺസിലർ കൂട്ടിച്ചേർത്തു. TCV ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. മീനമാസത്തിലെ തിരുവോണ നാളിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വടക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിന് താഴെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകൾ കുഴിച്ചുമൂടി മൺതിട്ടയുണ്ടാക്കി അതിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാരാണ് കോഴിക്കല്ല് മൂടി ചെമ്പട്ട് വിരിക്കുക. തുടർന്ന് തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചോദിക്കും. ഇതേസമയം തച്ചോളി തറവാട്ടുകാർ ആദ്യ കോഴിയെ സമർപ്പിക്കും. തുടർന്ന് ഭക്തസംഘങ്ങൾ കോഴികളെയും പട്ടും സമർപ്പിക്കും. മുൻകാലങ്ങളിൽ ക്ഷേത്രനടയിൽ കോഴിയെ വെട്ടിയിരുന്നു. മൃഗബലി നിരോധിച്ചതോടെയാണ് കോഴി സമർപ്പണം തുടങ്ങിയത്. കാളി ദാരികയുദ്ധം തുടങ്ങുന്നത് തിരുവോണ നാളിലാണെന്നാണ് ഐതിഹ്യം. ഏപ്രിൽ 7-നാണ് അശ്വതി കാവുതീണ്ടൽ. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു. പുത്തൻകടപ്പുറം ഫിഷറീസ് കോളനിക്ക് കിഴക്ക് ആലുങ്ങൽ വീട്ടിൽ മുജീബിന്റെ വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട് ഓടിയെത്തിയ പരിസരവാസികൾ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. മേൽക്കൂരയും വീടിനകത്തെ വസ്ത്രങ്ങളും കത്തിനശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. വരവൂർ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. നേർച്ചയോടനുബന്ധിച്ച് നടന്ന മൗലീദിന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഷൈഖുന നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനവും വിവാഹ സഹായ നിധിയുടെ വിതരണോദ്ഘാടനവും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വരവൂർ മഹല്ല് ഖത്തീബ് അഷ്റഫ് അഹ്സനി അധ്യക്ഷത വഹിച്ചു. UR പ്രദീപ് MLA, വരവൂർ മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ സാഹിബ്, സ്വാമി സ്വരൂപാനന്ദ തീർത്ഥപാദർ, ഫാദർ ദേവസി പന്തലുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
നമ്പർ ലോട്ടറി ടിക്കറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്വദേശി ചാവക്കാട് പോലീസിന്റെ പിടിയിലായി. പൊന്നാനി പെരുമ്പറമ്പിൽ വീട്ടിൽ സുമേഷിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത്. പണവും മൊബൈൽ ഫോണും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റുകൾക്ക് പകരമായി ഫോൺ സന്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം വ്യാപകമാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രുചിയിലും ഉൽപ്പന്നങ്ങളിലും വ്യത്യസ്തത തീർത്ത് അതിഥി സംസ്ഥാനങ്ങൾ കുന്നംകുളത്ത് വിസ്മയം തീർക്കുമ്പോൾ സമൃദ്ധമായ കലാരൂപങ്ങളിൽ അതിഥികളെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുകയാണ് സരസ്മേള. വിവിധങ്ങളായ കലാപരിപാടികൾ ഉൾപ്പെടുത്തി കാണികൾക്കായി ഒരുക്കിയ സാംസ്കാരിക സദസ്സിൽ ഗായകൻ പ്രദീപ് സോമസുന്ദരവും സ്റ്റാർ സിംഗർ ഫെയിം ദുർഗാ വിശ്വനാഥും നയിച്ച ഗാനമേള ആസ്വാദികരമായി. ഒപ്പം മയൂഖം കലാക്ഷേത്ര അണിയിച്ചൊരുക്കിയ നൃത്തവിസ്മയവും മേളയുടെ മാറ്റുയർത്തി. മേളയുടെ ഭാഗമായി ഗോത്ര കലാരൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ KP ദിലീപ് കുമാർ നടത്തിയ സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. നാടൻ പാട്ടിലൂടെ നാട്ടുകലാകാരക്കൂട്ടം ദൈവമക്കൾ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണത്തെ ചൊല്ലി വടക്കാഞ്ചേരിയിൽ വൻ വിവാദം. സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്യേണ്ട പെൻഷൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് വഴി വിതരണം ചെയ്തു എന്നാരോപിച്ച് കോൺഗ്രസ് നഗരസഭാ കൗൺസിലർമാർ രംഗത്തെത്തിയത് സംഘർഷത്തിന് ഇടയാക്കി. വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ K. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ നഗരസഭാ കൗൺസിലർമാരും കോൺഗ്രസ് UDF പ്രവർത്തകരും പെൻഷൻ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി. ഇതിനിടയിൽ CPM ഓഫീസിൽ നിന്ന് ഇറങ്ങിവന്ന CITU നേതാവ് KM മൊയ്തുവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ കോൺഗ്രസ് കൗൺസിലർമാരുമായി വാക്പോരും ഉന്തും തള്ളുമുണ്ടായി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടതിനാലാണ് വൻ സംഘർഷം ഒഴിവായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം തുടർച്ചയായി നടത്തുന്ന CPM ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും പരാജയ ഭീതിയിൽ അക്രമം അഴിച്ചുവിടുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇത് സംബന്ധിച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് പരാതി നൽകി. എന്നാൽ പാർട്ടി ഓഫീസിൽ പെൻഷൻ വിതരണം ഉണ്ടായിട്ടില്ലെന്നും ക്ഷേമ പെൻഷൻകാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും കൺവെൻഷൻ ചേരുക മാത്രമാണ് ഉണ്ടായതെന്നും CPM നേതൃത്വം അറിയിച്ചു. പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർത്ത ഇടതുപക്ഷ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിനാണ് യോഗം നടന്നതെന്നും പാർട്ടി വ്യക്തമാക്കി. കനത്ത പരാജയം മുന്നിൽ കാണുന്ന കോൺഗ്രസ് അക്രമം അഴിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും CPM ആരോപിക്കുന്നു. CPM നേതാക്കളായ KM മൊയ്തു, KM സൈദലവി, കോൺഗ്രസ് നേതാക്കളായ K. അജിത് കുമാർ, TV സണ്ണി എന്നിവർ ഉന്തിനും തള്ളിനുമിടയിൽ പരിക്കേറ്റതായി കാണിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. TCV വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ നിയന്ത്രണം വിട്ട കാർ കലുങ്കിലിടിച്ച് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കോതപറമ്പ് കാര റോഡിൽ പൊടിയൻ ബസാറിലായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ കാര പ്ലാപ്പറമ്പിൽ മുജീബ്, അഴീക്കോട് അണക്കത്തിൽ ഷമീർ എന്നിവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ വികസന മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. വികസന മുന്നണി രാഷ്ട്രീയകാര്യ സമിതി കൺവീനർമാരായ ഗിന്നസ് സത്താർ ആദൂർ, MH നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗമാണ് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് നേതാക്കൾ പുതിയ അംഗങ്ങളെ ഷാൾ അണിയിച്ച് പതാക നൽകി സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനം UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് KK സുലൈമാൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി TK ശിവശങ്കരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ മുട്ടത്തുകുളങ്ങര സ്വദേശിനി സരിത മണികണ്ഠനും കുട്ടികൾക്കുമായി ചെന്നൈ ആസ്ഥാനമായുള്ള ബിഗ് ഫാമിലി കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനത്തിന്റെ സമർപ്പണം നടന്നു. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വീടിന്റെ സമർപ്പണം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ താക്കോൽദാനം നടത്തി. ചാലക്കുടി അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മനോജ് കരിപ്പായി, മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസ് റാഫി അമ്പൂക്കൻ, പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ, കൊടുങ്ങ ഇടവക വികാരി ഫാദർ ജെയ്സൺ വടക്കഞ്ചേരി, ചെന്നൈ ബിഗ് ഫാമിലി കൂട്ടായ്മ കോർഡിനേറ്റർ സോയ് ജോസഫ്, സരിത മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വെയിലെത്ര കനത്തോട്ടെ, ജലസമൃദ്ധിയുടെ നിറവിലാണ് ഇവിടം. വറ്റാത്ത ജലസമ്പത്ത് കാത്തു സൂക്ഷിക്കുകയാണ് ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദ്.
കടുത്ത വേനലിലും പള്ളിക്കുളത്തിലെ ജലനിരപ്പ് താഴുന്നില്ല. പ്രകൃതിദത്തമായ ജലസ്രോതസ് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴവെള്ളക്കൊയ്ത്തിലൂടെ കുളം റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണിവിടെ. പള്ളിയുടമയുടെയും പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെയും മേൽക്കൂരയിൽ വീഴുന്ന ഓരോ തുള്ളി മഴവെള്ളവും പാഴാക്കാതെ കുളത്തിലെത്തിക്കുവാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. പള്ളിക്കുളം റീചാർജ് ചെയ്യുക വഴി പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലും വെള്ളമെത്തുന്നുണ്ട്. വർഷകാലത്ത് ഈ ക്യാമ്പസിൽ വീഴുന്ന ഒരു തുള്ളി മഴവെള്ളം പോലും പാഴാക്കാതെ ഈ കുളത്തിലേക്ക് എത്തിക്കാനായിട്ട് മഹല്ല് കമ്മിറ്റി ചെയ്ത വിപുലമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്, അതിൻ്റെ ഫലമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പള്ളിയുടെ മുകളിൽ വീഴുന്നതും അതുപോലെ തന്നെ പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സിൽ, പിന്നെ പള്ളിയിലെ ടൈൽ വിരിച്ച മുറ്റത്ത്, ഇവിടെ എല്ലാം വീഴുന്ന വെള്ളം പ്രത്യേക പൈപ്പിലൂടെ നമ്മൾ ഈ കുളത്തിലേക്ക് എത്തിച്ച് റീചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം കഴിഞ്ഞ 2 വർഷമായിട്ട് മഹല്ല് കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അരാക്കുളത്തിന്റെ ഭാഗമായിരുന്നു പള്ളിക്കുളം. കാലക്രമേണ അരാക്കുളം ജനവാസ കേന്ദ്രമായി മാറിയപ്പോൾ പള്ളിക്കുളത്തിന്റെ വിസ്തൃതി കുറഞ്ഞു. എങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ മഹല്ല് കമ്മിറ്റി ഈ ജലസമ്പത്ത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. വരും കാലത്തിനായി. TCV കൊടുങ്ങല്ലൂർ. കടങ്ങോട് പഞ്ചായത്തിൽ ഇടതുമുന്നണിയുമായി സഹകരിച്ചു വരുന്ന ജനകീയ വികസന മുന്നണി കോൺഗ്രസിൽ ലയിക്കുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് മുന്നണി വർക്കിംഗ് ചെയർമാൻ AK ഹസൻ, ജനറൽ കൺവീനറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജലീൽ ആദൂർ എന്നിവർ പറഞ്ഞു. ജനകീയ വികസന മുന്നണി കോൺഗ്രസിൽ ലയിക്കുമെന്ന് ഗിന്നസ് സത്താർ ആദൂർ, MH നൌഷാദ് എന്നിവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് മുന്നണിയിൽ ഭാരവാഹിത്വം ഇല്ല എന്നും ഇവർ വർഷങ്ങളായി മുന്നണിയുമായി ബന്ധമില്ലാതെ നിൽക്കുന്നവരാണെന്നും ജലീൽ ആദൂർ പറഞ്ഞു. കാരണം കടങ്ങോട് പഞ്ചായത്ത് വികസന സമിതിക്ക് ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ഒരു അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ ആ കമ്മിറ്റിയിൽ നിലവിൽ അംഗങ്ങൾ പോലുമല്ലാത്ത ആളുകളാണ് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നാടകമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. തീർച്ചയായും ഈ പഞ്ചായത്ത് പ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ് ജനകീയ വികസന മുന്നണി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PB ഷംസുദ്ദീൻ മൗലവി, മൊയ്തുണ്ണി വെള്ളറക്കാട്, യുവജന വിഭാഗം കൺവീനർ ഷബീർ വെള്ളറക്കാട് എന്നിവർ പങ്കെടുത്തു. തിരക്കേറിയ പോലീസ് ജീവിതത്തിനിടയിലും കൃഷിയെ ചേർത്ത് പിടിക്കുകയാണ് ആനന്ദപുരം സ്വദേശിയായ കൈപ്പഞ്ചേരി വീട്ടിൽ രഘു. ആളൂർ പോലീസ് സ്റ്റേഷനിലെ ASI ആയ ഈ 48-കാരന് കൃഷി ഒരാവേശമാണ്. വീടിന് തെല്ലകലെയുള്ള പാമ്പാട്ടിക്കുളങ്ങര പാടത്താണ് രഘുവിന്റെ കൃഷിയിടം. പയർ, വെണ്ട, വഴുതന, വെള്ളരി, പാവൽ, പടവലം, മത്തൻ, കുമ്പളം തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും കാക്കിക്കുള്ളിലെ ഈ കർഷകൻ കൃഷി ചെയ്യുന്നു. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് രഘുവിന്റെ കൃഷി. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപും ജോലി കഴിഞ്ഞെത്തിയ ശേഷവും ലഭിക്കുന്ന ഒഴിവ് സമയം പൂർണ്ണമായും കൃഷിപ്പണികൾക്കാണ് വിനിയോഗിക്കുന്നത്. ജൈവ രീതിയിലൂടെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാകുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിലൂടെ രോഗങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താനാകുമെന്ന് രഘു വിശ്വസിക്കുന്നു. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും കൃഷിപ്പണി സഹായിക്കുമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വിഷമില്ലാത്ത പച്ചക്കറി കൃഷി ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഒഴിവുള്ള സമയങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന സമയങ്ങളിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹായിക്കാനായിട്ട് ഭാര്യ ഉണ്ടാവും, പിന്നെ അച്ഛൻ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. കൃഷിപ്പണികളിൽ സഹായിക്കാൻ ഭാര്യ രേഖയും ഒപ്പം കൂടാറുണ്ട്. MBBSന് പഠിക്കുന്ന മകൾ മേഘയും അവധിക്ക് വീട്ടിലെത്തുമ്പോൾ അച്ഛനോടൊപ്പം കൃഷിത്തോട്ടത്തിലെത്തും. TCV കൊടകര. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് വോട്ട് അഭ്യർത്ഥിച്ച് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലെത്തി. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ P ഗോപിനാഥൻ, AV പ്രശാന്ത് തുടങ്ങിയവർ ചേർന്ന് പൊന്നാട ചാർത്തി സ്വീകരിച്ചു. KV അബ്ദുൽ ഖാദർ MLA, CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK സുധീരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് നിക്ഷേപ സംരക്ഷണ സമിതി ഭാരവാഹികൾ ഒല്ലൂരിൽ അറിയിച്ചു. പുത്തൂർ സഹകരണ ബാങ്കിലെ 5000-ലധികം നിക്ഷേപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റായിരുന്ന സുരേഷ് കാക്കനാടിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ബാങ്കിൽ നിന്ന് അനധികൃതമായി മാറ്റിയ പണമോ ബാങ്കിന് ലഭിക്കാനുള്ള കുടിശ്ശികയോ പിരിച്ചെടുക്കാനുള്ള ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് നിക്ഷേപ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ നിക്ഷേപ സംരക്ഷണ സമിതി പ്രസിഡന്റ് AL ഡേവിസ്,
സെക്രട്ടറി TP പോൾ, സുരേഷ് കോമ്പാത്ത്, ഡോക്ടർ മുരളീധരൻ, S. നാരായണസ്വാമി എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാംഘട്ട പരിശീലന ക്ലാസ് ആരംഭിച്ചു. ഗുരുവായൂർ, മണലൂർ നിയോജകമണ്ഡലത്തെ ഉദ്യോഗസ്ഥർക്കാണ് ചാവക്കാട് MRRM സ്കൂളിൽ പരിശീലന ക്ലാസ് നടന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും 240 പേരും മണലൂർ മണ്ഡലത്തിൽ നിന്നും 560 പേരും ക്ലാസിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോവിലകത്തുംപാടത്തെ BSNL സഞ്ചാർ ഭവനിൽ സ്ഥാപിച്ച സൗരോർജ്ജ നിലയം തൃശൂർ BSNL പ്രിൻസിപ്പൽ ജനറൽ മാനേജർ C. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BSNL ഇലക്ട്രിക്കൽ ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK ദേവസി, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ M. മെഹബൂബ്, K. കൃഷ്ണൻ, BS പാട്ടീൽ, MI മക്കാനി, N. ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതാദ്യമായിട്ടാണ് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ സൗരോർജ്ജ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. 55.4 കിലോവാട്ട് പവർ ശേഷിയുള്ള സൗരോർജ്ജ നിലയമാണ് പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. വീണ്ടും ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. തീരദേശ മേഖലയുടെ സവിശേഷ പ്രശ്നങ്ങളും സമഗ്ര പുരോഗതിയും ചർച്ച ചെയ്യുന്നതിന് ഏപ്രിൽ 1 വലപ്പാട് ചന്തപ്പടിയിൽ തീരദേശ സംഗമം നടത്തുമെന്ന് KP രാജേന്ദ്രൻ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന തീരദേശ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ മണ്ഡലത്തിനൊപ്പം അഴീക്കോട് മുതൽ പുന്നയൂർക്കുളം വരെയുള്ള മേഖലയിൽ നിന്നുമായി 10,000-ഓളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. LDF നേതാക്കളായ KV പീതാംബരൻ, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, IK വിഷ്ണുദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ഗുരുവായൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെത്തിയ രാജാജി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PA സിദ്ധിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യക്കച്ചവടക്കാരും രാജാജിയെ വരവേറ്റു. KV അബ്ദുൽ ഖാദർ MLA, M. കൃഷ്ണദാസ്, KK സുധീരൻ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നാട്ടിക മേഖലയിൽ നടന്ന റോഡ് ഷോ UDF പ്രവർത്തകർക്ക് ആവേശമായി. തൃപ്രയാർ ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തിയതിനു ശേഷമാണ് UDFന്റെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി TN പ്രതാപൻ മേഖലയിൽ പ്രചരണ പരിപാടികൾ തുടങ്ങിയത്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, ബാലചന്ദ്രൻ വടക്കേടത്ത്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് എന്നിവർ UDF സ്ഥാനാർത്ഥിക്കൊപ്പം അലങ്കരിച്ച തുറന്ന ജീപ്പിൽ അനുഗമിച്ചു. വേലൂരിൽ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചുങ്കം ലക്ഷ്മീട് കോളനിയിൽ കുട്ടൻ എന്ന് വിളിക്കുന്ന 40 വയസ്സുള്ള ശശിയാണ് മരിച്ചത്. വ്യാഴാഴ്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശശി ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനവും ബാലോത്സവവും കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പും കുന്നത്തങ്ങാടിയിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ സംരക്ഷണം, ആകാശപഠനം, നിത്യജീവിതത്തിലെ ശാസ്ത്രപാഠങ്ങൾ തുടങ്ങിയവയാണ് സഹവാസ ക്യാമ്പിൽ പരിശീലിപ്പിക്കുന്നത്. KM ഗോപിദാസൻ, VK ഉണ്ണികൃഷ്ണൻ, CC ജോസ്, അശ്വതി പങ്കജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിന്റെ 42ാം വാർഷികാഘോഷം കലാമണ്ഡലം വൈസ് ചാൻസലർ TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മൃദംഗ വിദ്വാൻ കുഴൽമന്നം G. രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രസിദ്ധ ചെണ്ടവാദ്യ കലാകാരൻ ശുഗപുരം രാധാകൃഷ്ണൻ ക്ഷേത്രവാദ്യ കലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വാദ്യ കലാകാരന്മാരായ ചെത്തല്ലൂർ ശ്രീധരൻ, തിരുവല്ല രാധാകൃഷ്ണൻ, നെന്മാറ കണ്ണൻ എന്നിവരെ ആദരിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പൊൻതൂവൽ പുരസ്കാര സമർപ്പണവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് TR വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. കുറുങ്കുഴൽ കലാകാരൻ പഴയന്നൂർ E. ഗോവിന്ദൻ പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രൊഫസർ CM മധു പൊന്നാടയും MK ശിവരാജൻ പ്രശസ്തിപത്ര സമർപ്പണവും നടത്തി. T. കമലാകരൻ, K. വിജയൻ, K. രവീന്ദ്രമേനോൻ തുടങ്ങിയവർ സംസാരിച്ചു.
അവധിക്കാലം ആഘോഷമാക്കാൻ ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ കുട്ടികൾക്കായി സാക്സഫോൺ സായം സന്ധ്യ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA കലാകാരന്മാരായ കിഷോർ അന്തിക്കാടിനെയും പ്രമോദ് രാഘവനെയും ആദരിച്ചു. യോഗിനിമാത ബാലികാ സദനം സെക്രട്ടറി NS സജീവ് അധ്യക്ഷത വഹിച്ചു. സുനിൽ അരയംപറമ്പിൽ, ജയൻ ബോസ്, AG പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കടപ്പുറം പുതിയങ്ങാടി GFUP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PM മുജീബ് അധ്യക്ഷത വഹിച്ചു. KM ഹുസൈൻ, പ്രിൻസിപ്പൽ M ജസീല, ഹുസൈൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള ജമയ്യത്തുൽ മുദരിസീൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യ മാനവ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ ജില്ലാ മുത്തലീം കോൺഫറൻസ് തിങ്കളാഴ്ച നടക്കും. പന്നിത്തടം ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ വാദി ഹിക്മയിൽ നടക്കുന്ന കോൺഫറൻസിൽ ജില്ലയിലെ 40ഓളം ദർസ് അറബിക് കോളേജിലെ 1000ഓളം വിദ്യാർത്ഥികളും 100ഓളം മുദരിസുമാരും മാനേജ്മെന്റ് ഭാരവാഹികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ സുലൈമാൻ അൻവരി കരൂപ്പടന്ന, അബ്ദുൽ ലത്തീഫ് ഹൈതമി, സിദ്ദിഖ് ബാഖവി, മോളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വർത്തമാന സാഹചര്യത്തിൽ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പല രൂപത്തിലൂടെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവരെ വൈജ്ഞാനിക രംഗത്ത് NDA ചേലക്കര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് PK മണി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് നമ്പ്യാത്ത്, V ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. തിരുവത്ര വൈലി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ കൊടിയേറ്റത്തിന് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. പടാപ്പറമ്പിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ദീപാരാധന, താലം വരവ് എന്നിവയുമുണ്ടായി. SNDP യോഗം മലപ്പാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ NK ഹരിചന്ദ്രൻ അനുസ്മരണം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലപ്പാട് ശാഖാ മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ പ്രൊഫസർ KU അരുണൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. KV ജയരാജൻ, ബിജോയ് എരണേഴത്ത്, ഗോപാലൻ വേളയിൽ, AC ഷൺമുഖൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അനധികൃതമായി വിദേശമദ്യം വിൽക്കുന്നതിനിടെ മധ്യവയസ്കൻ പിടിയിൽ. തിരുവല്ലാമല ആനപ്പാറ പാലയ്ക്കപ്പറമ്പ് മണികണ്ഠനാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. തിരുവല്ലാമല മിച്ചഭൂമിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ മദ്യം വിൽക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സൂപ്പർ സീനിയർ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും യാത്രയയപ്പും നടന്നു. പ്രധാന അധ്യാപിക M ബേബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് C സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ T സുലൈമാൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നടത്തി. ചാവക്കാട് നഗരസഭയിലെ മത്സ്യത്തൊഴിലാളികൾക്കായി നടത്തിയ ആരോഗ്യ ഹെൽത്ത് ക്യാമ്പ് ഇൻസ്പെക്ടർ ഷമീർ ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സുരക്ഷാ പദ്ധതി പ്രോജക്ട് മാനേജർ പ്രിയങ്ക, കൗൺസിലർ ആൻസ്, സുനിൽ, സതീശൻ, ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ഡോക്ടർ സതീഷ് പരമേശ്വരൻ നിർവഹിച്ചു. CK രാജാമണി അധ്യക്ഷത വഹിച്ചു. സുരേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയ ജൈവ വൈവിധ്യ രജിസ്ട്രേഷൻ തയ്യാറാക്കുന്നതിനുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. TN സിനി അധ്യക്ഷത വഹിച്ചു. ശർമിള സുഭാഷ്, നിവിൻ വർഗീസ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. ഓരോ വധുവിന്റെയും സങ്കല്പത്തിലെ വ്യത്യസ്തങ്ങളായ മംഗല്യപ്പട്ടുകളുമായി കല്യാൺ സിൽക്സിന്റെ 2019 എക്സ്ക്ലൂസീവ് ബ്രൈഡൽ ക്രിയേഷൻസ് ബ്രൈഡ്സ് ഓഫ് കല്യാൺ സമ്മാനിക്കുന്നത് മറ്റാർക്കും അനുകരിക്കാനാകാത്ത പട്ടിലെ സൃഷ്ടികളാണ്. മലയാളി വധുവിന്റെ മനസ്സറിഞ്ഞ കല്യാൺ സിൽക്സ് വർണ്ണത്തിലും ഡിസൈനിലും നെയ്ത്ത് ശൈലിയിലുമെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ലക്ഷോപലക്ഷം ബ്രൈഡൽ സാരികൾക്കാണ് ഓരോ സീസണിലും രൂപം നൽകുന്നത്. ഓരോരുത്തരുടെയും സങ്കല്പത്തിലെ മംഗല്യപ്പട്ട് സമ്മാനിച്ച് കല്യാൺ സിൽക്സ് പട്ടിന്റെ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത നാമമായി മാറുകയാണ്.
ഒരു കുടുംബത്തിലെ ഏവരുടെയും വസ്ത്രസങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വസ്ത്രശേഖരമാണ് കല്യാൺ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കുന്ന മലയാളിയുടെ ഷോപ്പിംഗിനെ ഏറെ ആനന്ദപ്രദമാക്കുന്നതാണ് കല്യാൺ സിൽക്സിലെ വിപുലമായ സെലക്ഷനുകൾ. മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് കല്യാൺ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. കിഡ്സ് വെയറുകൾക്ക് മാത്രമായി 3 നിലകളിൽ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് സെക്ഷനാണ് കല്യാൺ സിൽക്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ലേഡീസ് വെയറുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരവും കല്യാണിലുണ്ട്. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, ഡിസൈനർ സാരീസ്, ഡിസൈനർ ചുരിദാർ എന്നിവയെല്ലാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഉപഭോക്താക്കൾക്കായി വിപുലമായ കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. കത്തുന്ന വേനൽ ചൂടിൽ കുളിർമയേകാൻ ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി സൗജന്യ സംഭാര വിതരണവും കല്യാൺ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. വലിയകര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളികൾ. ചെങ്ങാലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. TCV വാർത്തയെ തുടർന്ന് മന്ത്രി C രവീന്ദ്രനാഥിന്റെ ഇടപെടലാണ് കർഷകർക്ക് ആശ്വാസമായത്. മയന്നൂർ കൂട്ടിൽമുക്ക് തടയണയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ബാംഗ്ലൂരിൽ നിന്നും കടൽ കാണാനെത്തിയ വിദ്യാർത്ഥി സംഘം ബ്ലാങ്ങാട് കടലിൽ തിരയിൽപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിലെ വെളിച്ചമില്ലായ്മയ്ക്ക് പരിഹാരമാകുന്നു. 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മുടൽ ചടങ്ങ് ഞായറാഴ്ച. അശ്വതി കാവുതീണ്ടൽ ഏപ്രിൽ 7. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.